പ്രിയ സുജനങ്ങളെ, സാദര നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. നാം നിശബ്ദത പാലിക്കേണ്ട 10 സന്ദർഭങ്ങളെക്കുറിച്ചുള്ള ആചാര്യ ചാണക്യന്റെ വചനങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 6 മാർഗങ്ങൾ പറഞ്ഞു. 7-ാമത്തേത്, മദ്യപാനിക്ക് മുമ്പിൽ ദുഃഖാധിക്യമുള്ളപ്പോൾ ഈ 2 സന്ദർഭങ്ങളിലും നമ്മൾ നിശബ്ദത പാലിക്കണം. മദ്യപാനിക്ക് മുന്നിൽ എന്തിനാണ് നാം നിശബ്ദത പാലിക്കുന്നത്? മദ്യം ഒരു പ്രതീകമാണ്, ലഹരിയുടെ, മനുഷ്യൻ്റെ യഥാർത്ഥ ബുദ്ധിയെ ഇല്ലാതാക്കുന്ന, മനുഷ്യനിൽ വിവേകത്തെ കീഴ്പ്പെടുത്തി വികാരത്തെ പരമാവധി പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് മദ്യം എന്ന് പറയുന്നത്. ഒരു മദ്യപാനിയെ സംബന്ധിച്ച് മദ്യത്തിന് അടിമയാണ് എങ്കിൽ സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വിവേകം പ്രവർത്തിക്കാതെ വികാരങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യൻ എന്തും പറയുന്നു, എന്തും ചെയ്യുന്നു. ഇപ്പം നമ്മുടെ കേരളത്തിൽ നിർഭാഗ്യവശാൽ 50 രൂപയുടെ മദ്യം 700 രൂപയ്ക്കും 600 രൂപയ്ക്കും വിറ്റിട്ടാണ് സർക്കാർ നല്ല വരുമാനം നേടുന്നത്. 50 രൂപയുടെ മദ്യം 600-നും വാങ്ങി കുടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. ആ മദ്യക്കുപ്പിക്ക് മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന്. ഇത് വായിക്കാൻ അറിയാത്ത ആളുകളാണോ ഇത് വാങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അല്ലതാനും. മദ്യപാനം തൻ്റെ ശരീരത്തെയും തൻ്റെ മനസ്സിനെയും തൻ്റെ സമ്പത്തിനെയും തൻ്റെ കുടുംബത്തെയും എല്ലാം നശിപ്പിക്കും എന്നറിഞ്ഞിട്ട് തന്നെയാണ് മദ്യപാനത്തിന് അടിമകളായി തീരുന്നത് ഈ ബഹുഭൂരിപക്ഷം വരുന്ന സാമാന്യ ജനങ്ങൾ. അവിടെയാണ് മദ്യപാനത്തിന് അടിമപ്പെട്ട് മദ്യപാനി വിവേകം നഷ്ടപ്പെട്ട് ആ രീതിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മുന്നിൽ നിശബ്ദത പാലിക്കുകയാണ് ഏറ്റവും നല്ല മറുപടി. മദ്യത്തിന് അടിമപ്പെട്ട ഒരു മനുഷ്യനോട് നാം സംവാദത്തിൽ ഏർപ്പെടുന്നതോ അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തുന്നതോ ഉപദേശിക്കുന്ന ഒന്നും ഫലപ്രദമാവില്ല. മിക്കവാറും അത് നമുക്ക് തന്നെ തിരിച്ചടിയാകും. അവിടെയാണ് മദ്യപാനിയോട് നിശബ്ദത പാലിക്കുക. പലപ്പോഴും നമ്മൾ അറിയുക, അയാളുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന മദ്യം അയാളുടെ സ്വബോധത്തെ നശിപ്പിക്കുന്നു എന്നത് അയാളുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിത്വത്തെയും അതില്ലാതായി കളയും. കാരണം മദ്യപാനിയോട് തർക്കിക്കുമ്പോൾ മദ്യപാനി പറയുന്ന വാക്കുകൾക്ക് അനുസൃതമായ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വീഴുമ്പോൾ അത് മദ്യപാനിയുടെ നിലവാര തകർച്ചയിലേക്ക് നാം താഴുന്നു. എല്ലാ മദ്യപാനികൾക്കും ഇത് ബാധകമല്ല. മദ്യപിച്ചാൽ നിശബ്ദരായി വിവേകമൊക്കെ പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. മദ്യം വല്ലപ്പോഴും കഴിക്കുന്ന ആളുകളെ കാണാൻ കഴിയും. എന്നാൽ മദ്യത്തിന് അടിമപ്പെട്ട് തൻ്റെ ജീവിതം തന്നെ മദ്യപാനത്തിന് വേണ്ടി നീക്കിവെച്ച ആളുകൾ, ഇപ്പം നമ്മുടെ കേരളത്തിൽ കൊറോണ സമയത്ത് ലോക്ക്ഡൗൺ വന്ന സമയത്ത് 70% ആളുകളും മദ്യം ഉപേക്ഷിച്ചു എന്നൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. അതായത് സ്ഥിരമായിട്ട് കുടിക്കുന്ന ആൾ മദ്യം ലഭ്യമല്ലാതെ വന്നപ്പോൾ അതില്ലെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാം എന്ന രീതിയിലേക്ക് അവർ എത്തിപ്പെട്ടു എന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് മദ്യം കിട്ടാതെ കുറേ പേർ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയും നമ്മൾ കണ്ടിട്ടുണ്ട്. മദ്യം കിട്ടാതെ അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണവും വളരെ കൂടുതലായിരുന്നു. അത്തരം ആളുകളോടാണ് നാം സംവാദം അല്ലെങ്കിൽ ചർച്ചകൾ, ഉപദേശങ്ങൾ ഒന്നും നടത്താതെ നിശബ്ദത പാലിക്കേണ്ടത് എന്ന് ആചാര്യ ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നു. അടുത്ത ദുഃഖാധിക്യമുള്ളപ്പോഴാണ്. നമ്മൾ വല്ലാതെ ദുഃഖിച്ച ഒരു സംഭവം നമ്മൾ ഉണ്ടാകുമ്പോൾ, ദുഃഖിക്കാൻ കാരണമാകുന്ന വിഷയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നിശബ്ദതയോടുകൂടിയിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ചിന്തകൾക്ക് ചിന്തിക്കുവാനുള്ള സമയത്തെ നൽകണം. പലപ്പോഴും നമുക്ക് ദുഃഖാധിക്യമുള്ളപ്പോൾ നമ്മളിത് മറ്റാരോടെങ്കിലും പറയുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പല രഹസ്യങ്ങളും പുറത്തേക്ക് പറഞ്ഞു പോകും. രഹസ്യങ്ങൾ പരമാവധി സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. രഹസ്യങ്ങൾ പറയേണ്ടവരോട് മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പം ഇവിടെയാണ് ദുഃഖാധിക്യമുള്ളപ്പോൾ നമ്മൾ പരമാവധി നിശബ്ദത പാലിച്ച് വിവേക ബുദ്ധിയോടുകൂടി അതിനെ തരണം ചെയ്ത് പതുക്കെ പതുക്കെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമുക്ക് തന്നെ കണ്ടെത്തുവാൻ കഴിയുന്നതാണ് ഏറ്റവും പോസിറ്റീവായ അവസ്ഥ. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ജനങ്ങൾ എന്ന് പറയുന്നത് 1% പോലും ഭൂമിയിൽ ഉണ്ടാവില്ല. നമ്മൾ ഗുരുവായൂരപ്പനെ, ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നു. ഭഗവാൻ ജനിച്ചത് കാരാഗ്രഹത്തിലാണ്. അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടില്ല. ജനിച്ചുടൻ വസുദേവൻ കൂട്ടയിൽ ചുമന്ന് യമുനാ നദി കടന്ന് നന്ദനോദ്യാനത്തിൽ എത്തിച്ചു. യശോദ പ്രസവിച്ച കുഞ്ഞിനെ ഇങ്ങോട്ടെടുത്തു, ഇക്കുഞ്ഞിനെ അവിടെ വെച്ചു. 6 മാസം പ്രായമുള്ള ഭഗവാനെ മുല കൊടുത്തു കൊല്ലുവാൻ വേണ്ടി പൂതന വന്നു.
ഭഗവാൻ അവിടെ മുല കുടിച്ചു കൊന്നുകളഞ്ഞു. ഒടുവിൽ വേടന്റെ അമ്പ് നിമിത്തമാക്കി ശരീരം ഉപേക്ഷിക്കുന്നത് വരെ സംഭവബഹുലമായ ഭഗവാന്റെ ജീവിതം. ആ ജീവിതത്തിനിടയിൽ സ്വന്തം മക്കൾ പോലും തമ്മിലടിച്ച് മരിക്കുന്നത് ഭഗവാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും കരഞ്ഞിട്ടില്ല. ഒരിക്കലും കരയാത്ത അവതാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദുഃഖങ്ങൾ കാരണമായ വിഷയങ്ങളുണ്ട്. ദുഃഖങ്ങൾ പലവിധമാണ്. അതിൽ പ്രധാനമായ ദുഃഖം ശാരീരിക ദുഃഖങ്ങളാണ്. അതായത് ശരീരത്തിന് അസുഖങ്ങൾ വരുന്നു, നമ്മുടെ ശരീരം പരിമിതമായി പോകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം. മാനസിക ദുഃഖങ്ങളുണ്ട്. അത് കുടുംബ ബന്ധങ്ങളുടെ തകർച്ച, നമ്മുടെ നിത്യ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ദുഃഖങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. സാമൂഹ്യപരമായിട്ടുള്ള ദുഃഖങ്ങൾ ഉണ്ട്. സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു, ജാതീയപരമായ ദുഃഖങ്ങൾ, അല്ലെങ്കിൽ മതത്തിന്റെ പേരിലുള്ള വിവേചനങ്ങൾ, ഇതെല്ലാം ദുഃഖത്തിന് കാരണമാകുന്നു. അതുപോലെ പ്രകൃതിയിൽ നിന്നുള്ള ദുഃഖം, വെള്ളപ്പൊക്കം വരുന്നു, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു, ഇതെല്ലാം നമുക്ക് ദുഃഖത്തെ നൽകുന്നു. അതായത് ഏതൊരു മനുഷ്യനും വ്യത്യസ്തമായ ദുഃഖങ്ങൾ ഏതെങ്കിലും ഒന്നുണ്ടാവും. ആ ദുഃഖ സമയത്ത് പലപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ദുഃഖങ്ങളാണ് കൂടുതൽ. ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദയേത് ആത്മന്യോ ആത്മനൈ ബന്ധുഹു ആത്മാനം രിപുരാത്മനഹ എന്ന്. നിന്നെ ഉയർത്തുന്നത് നീയാണ്, നിന്നെ താഴ്ത്തുന്നത് നീയാണ്, നിന്റെ ബന്ധു നീയാണ്, നിന്റെ ശത്രു നീയാണ്. അപ്പൊ നമ്മുടെ എല്ലാ ഉയർച്ചയ്ക്ക് കാരണം നമ്മളാണ് എന്നതുപോലെ തന്നെ നമ്മുടെ താഴ്ചയ്ക്കും നമ്മൾ തന്നെയാണ് കാരണം. അങ്ങനെയെങ്കിൽ എന്റെ താഴ്ചയ്ക്ക് കാരണം ആരാണ് എന്ന് എനിക്ക് പരിശോധിക്കുവാൻ നിശബ്ദത അത്യാവശ്യമാണ്. എന്റെ ജീവിതത്തിൽ ഇന്നുണ്ടായിരിക്കുന്ന പ്രോബ്ലത്തിന്റെ കാരണം ഞാനാണോ? ഞാൻ വിചാരിച്ചാൽ ആ കാരണത്തെ പരിഹരിക്കാൻ കഴിയുമായിരുന്നോ? ഇങ്ങനെ ചിന്തിക്കുവാൻ നമുക്ക് നിശബ്ദത അത്യാവശ്യമാണ്. നിശബ്ദമായ ഒരവസ്ഥ മനസ്സിനെ കൂടുതൽ ഏകാഗ്രമാക്കുന്നു. ഏകാഗ്രമായ മനസ്സിൽ സൽചിന്തകൾ തെളിയുന്നു. അങ്ങനെ നമ്മുടെ ഉള്ളിലെ പോരായ്മകളെ കണ്ടെത്തുവാനും നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉണ്ടായ പ്രശ്നങ്ങൾ നമ്മളാൽ തന്നെ പരിഹരിക്കുവാനും നിശബ്ദത അത്യാവശ്യമാണ് എന്ന് ആചാര്യൻ നമ്മളെ പഠിപ്പിക്കുന്നു. 7-8 പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അടുത്ത ദിവസം 2 പോയിന്റുകൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.